മറ്റൊരു വാർത്ത കൂടി. തിരുവനന്തപുരം കാച്ചാണിയിൽ 3 വയസ്സുകാരിക്ക് മർദ്ദനമേറ്റതായി പരാതി. അംഗൻവാടി ടീച്ചർക്കെതിരെയാണ് പരാതി ഉണ്ടാവുന്നത്. കുട്ടിയുടെ കാൽമുട്ടിലാണ് അടിയേറ്റത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരും. ബി അരുൺ തന്നെ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ സാഹചര്യം? ഈ കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ? 21-ാം തീയതിയാണ് കുട്ടിക്ക്, അതായത് കാച്ചാണിയിലെ അംഗൻവാടിയിലാണ് അവിടെ പോകുന്ന 3 വയസ്സുള്ള കുട്ടിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റതായി പരാതി വരുന്നത്. കുട്ടിയുടെ കാലിലെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ കൃത്യമായി കുട്ടി ഇപ്പോൾ കുട്ടിയും അമ്മയൊക്കെ എനിക്കൊപ്പം ഉണ്ട്. വളരെ ക്രൂരമായ മർദ്ദനമേറ്റു. 3 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. കുട്ടിയുടെ അമ്മ ശ്രീലക്ഷ്മി അല്ലേ എന്നോടൊപ്പം ചേരും. എന്താണ് ശരിക്കും സംഭവിച്ചത്? സാർ, അത് 21-ാം തീയതി മോളെ ഞങ്ങൾ അംഗൻവാടിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ചേർത്തപ്പോഴേ പറഞ്ഞ കാര്യമാണ് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുന്നതിന് മുന്നേ പുള്ളിക്കാരിക്ക് യൂറിൻ വരും എന്നുള്ളത്. അപ്പോൾ അന്ന് മോള് ഇട്ടിരുന്ന പാൻറ്റിൽ കൂടി യൂറിൻ പാസ് ചെയ്തു. അത് പറഞ്ഞിട്ട് ടീച്ചർ വലിയ ചൂരലെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തുടയുടെ മുകളിൽ, അത് മുട്ടിൻ്റെ മുകളിൽ വലിയ ഫോഴ്സിന് അടിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ കുഞ്ഞ് അംഗൻവാടി വിട്ടിട്ട് വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ സുഖമില്ലാതെ കിടന്നതുകൊണ്ട് ഞാൻ അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ മോള് തന്നെ വന്ന് പറഞ്ഞു, അമ്മ ടീച്ചർ എന്നെ അടിച്ചു, ഇച്ചി ഒഴിച്ചതിന് ടീച്ചർ എന്നെ ചൂരലെടുത്ത് അടിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ ദിവസവും അംഗൻവാടി പോയിട്ട് വന്നിട്ട് അമ്മ ടീച്ചർ അടിച്ചു എന്ന് പറയും. അപ്പം ആദ്യമൊക്കെ നിസ്സാരമായിട്ട് ചിലപ്പോൾ വഴക്ക് പറഞ്ഞതിനായിരിക്കണം അടിച്ചതെന്ന് പറയുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴത്തേനും കാലിന് മുട്ടിൻ്റെ മുകളിൽ നല്ല തരത്തിൽ നീലിപ്പ്, സാറിന് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല നീലിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചു ടീച്ചറെ, പക്ഷേ ഫോൺ എടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് അമ്മ ആശാ വർക്കറാണ്. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കുഞ്ഞിൻ്റെ കാല് നോക്ക്, അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് മോൾ ആഹാരം കഴിക്കാത്തതിന് ഒരടി കൊടുത്തു എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ അത് പോരാഞ്ഞിട്ട് കുഞ്ഞിനെ അടിച്ചതിനൊരു സോപ്പിടലായിട്ട് 3 പാക്കറ്റ് അമൃതം പൊടി ഞാൻ വിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു. ശരിയെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അപ്പം തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞിന് ചെറിയൊരു അടി കൊടുത്തെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇതിപ്പോൾ എന്തോ കാണിച്ചു വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അടിച്ചിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അടി കൊടുത്തത് കയ്യിലാണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി ഡിനേ ചെയ്യുന്നതേ ഉള്ളൂ, അങ്ങനെ ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല എന്ന്. അവസാനം ചോദിച്ചു വന്നപ്പോൾ അമ്മേനെ വളരെ മോശമായിട്ട് തിരിച്ച് മറുപടി പറയാ ചെയ്തത്. ഞങ്ങൾ വേറൊന്നും സംസാരിച്ചിട്ടില്ല. പുള്ളിക്കാരി തിരിച്ച് മോശമായിട്ട് മറുപടി പറഞ്ഞു. അല്ല, അപ്പോൾ അങ്ങനെ ഞങ്ങളോട് അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ പുള്ളിക്കാരി നെക്സ്റ്റ് ഡേ, അതായത് തൊട്ടടുത്ത ദിവസം ഞാൻ പറഞ്ഞു 11 മണിവരെ ഞങ്ങൾ രാവിലെ നോക്കി ഈ പുള്ളിക്കാരി വിളിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്കാരിക്കൊരു കുറ്റബോധം തോന്നിയോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഒരാളുടെ ജോലി കളയരുത്, വെറുതെ ഇഷ്യൂസിന് പോവരുതെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി വിളിച്ചില്ല. അങ്ങനെ രാവിലെ ഞാൻ CDPOനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഡം പറഞ്ഞത് റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് മാഡത്തിൻ്റെ ഓഫീസിൽ വരാനാണ് പറഞ്ഞത്. റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ കൂടെയുള്ള പല സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞത് അവിടെ കൊടുത്തിട്ട് കാര്യമില്ല കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ നേരെ കുഞ്ഞിന് കാല് നീരുണ്ടായിരുന്നു, നല്ല വേദന ഉണ്ട്, അതുകൊണ്ട് പേരുകൂടെ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനെ കാണിച്ചു. സാറും പറഞ്ഞത് നിങ്ങൾ നല്ല ആഴത്തിന് അടി കിട്ടിയതിൻ്റെ നീരാണത്, 2-3 ദിവസം പിടിക്കും അതൊന്ന് മാറാനാന്ന് പറഞ്ഞു. അപ്പോൾ സിറപ്പൊക്കെ തന്ന് വിട്ടു. സാറ് പറഞ്ഞു അവിടെ നിന്ന് തന്നെ MLC വിടണം, പോലീസ് ഇൻറ്റിമേഷൻ വിടണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ വിട്ടിട്ട് സാറ് പറഞ്ഞു എന്നോട്, നിങ്ങൾ ഇവിടെ പോകണ്ട, നേരെ ഡിസ്ട്രിക്ട് ഓഫീസിൽ തന്നെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സാറും കൂടി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നേരെ ഡിസ്ട്രിക്ട് ഓഫീസിൽ പോയി പ്രോഗ്രാം ഓഫീസർക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഇതറിഞ്ഞിട്ട് ഈ അംഗൻവാടി ടീച്ചർ എൻ്റെ മോളുടെ കൂടെ അന്ന് 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. മൊത്തം 5 കുട്ടികൾ. അന്ന് 3 പിള്ളേരെ പോയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കുഞ്ഞും ബാക്കി 2 കുട്ടികളും. അതിലൊരു കുട്ടീൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു 2 മണിക്കൂർ എൻ്റെ മോള 2 കുട്ടികളെ, എൻ്റെ മോൾക്ക് 3 വയസ്സ്, കൂടെയുള്ള 2 കുട്ടികൾക്ക് 4 വയസ്സ്, ഈ കുട്ടികളെ നിർത്താതെ അടിച്ചത് സഖി കെട്ടിട്ട്, നിർത്താതെ ഈ 2 കുട്ടികളെ 2 മണിക്കൂർ അടിച്ചത് സഖി കെട്ടിട്ട്, അതിലൊരു കുട്ടി, അതായത് ഈ ഏത് കുട്ടിയുടെ അമ്മേനെയാണോ വിളിച്ചത് ആ കുട്ടി ചൂരലെടുത്ത് അടിച്ചതാണെന്ന് പറയണം, നീ എന്നെ അങ്ങനെ പറഞ്ഞ് സഹായിക്കണം ആ കുട്ടി, ഈ ടീച്ചർ ആ കുട്ടിയുടെ പാരന്റിനെ വിളിച്ച് പറഞ്ഞതാ. അങ്ങനെ പാരന്റ് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് വോയിസ് അയച്ചു തന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെയാണ് ഇപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കുട്ടിയുടെ മുകളിൽ കുറ്റം ചുമത്താനാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്കെതിരെ ബിന്ദു എന്നാ പേരെന്ന് തോന്നുന്നു. ഇവർക്ക് നേരത്തെ പരാതി ഉണ്ടോ? ഇതുപോലെ പരാതി ഉണ്ടായിരുന്നു. മുന്നേ മലമുകൾ അംഗൻവാടിയിൽ എങ്ങാണ്ടോ ആയിരുന്നു. അവിടെ നിന്നും ഇതുപോലെ ഏതോ കുട്ടീനെ ഉപദ്രവിച്ചു. അത് കാരണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി വന്നതാന്നാ പറയുന്നത്.
നേരത്തെ ഇവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി ഇങ്ങോട്ട് വന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി മലമുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇതേ സെയിം അംഗൻവാടിയിൽ വേറെ ഒരു കുഞ്ഞിനെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ നാട്ടുകാരും എൻ്റെ അമ്മ ഉൾപ്പെടെ ആശാ വർക്കറും പാർട്ടിക്കാരെല്ലാം കൂടി ചേർന്ന് ഇടപെട്ട് അത് വലിയ ഇഷ്യൂ ആക്കാണ്ട് പോയി. ഇവിടെ കുഞ്ഞുങ്ങൾ ആരും ടോയ്ലറ്റിൽ പോകത്തില്ല, മോശം പാസ് ചെയ്യത്തില്ല എന്നൊക്കെയാ പറയുന്നത്. പേടിച്ചിട്ട് കുട്ടികൾ പറയുന്നത് കുട്ടികൾ 3:30 അംഗൻവാടി വിടും, 3:30 ആകുമ്പോൾ പാരന്റ്സ് വരുമ്പോൾ കുട്ടികൾ ഓടും വീട്ടിലേക്ക്. എന്ന് നീ എന്താ അംഗൻവാടി പോയി മോശം പാസ് ചെയ്യുന്ന പാരന്റ്സ് ചോദിച്ചാൽ പറയുന്നത് ടീച്ചർ അടിക്കും, ടീച്ചർ വഴക്ക് പറയും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ കുട്ടികൾ മോശം പാസ് ചെയ്താൽ കുട്ടികളെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിപ്പിക്കുക. ഇപ്പം അംഗൻവാടിയിൽ ഒരാഴ്ചയായിട്ട് എന്തോ ആയയില്ല, പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡാണ് ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. കുട്ടികൾക്ക് ഈ അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്നത് പേടിയാണിപ്പോൾ. ഇവർക്ക് നേരത്തെ പരാതിയുണ്ട്, വേറെ എന്തെങ്കിലും പരാതിയുള്ള ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതുപോലെ സമാനമായ ഒരു അനുഭവം ഇവിടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ആ കുട്ടിയെ ഇതുപോലെ അടിച്ചു. അപ്പോൾ പിന്നെ അവർ ഇതുപോലെ പരാതിയായിട്ട് പോകാൻ പോയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഒരിക്കൽ പോയിട്ട് ഒരു അബദ്ധം പറ്റിപ്പോയില്ലേ നമുക്കൊന്ന്, അങ്ങനെ അവരങ്ങനെ പറഞ്ഞതിൻ്റെ പല്ല്. അതിൻ്റെ ഇളയ കുഞ്ഞിനെ ഇപ്പം കിലോമീറ്റർ ദൂരമുള്ള അംഗൻവാടിയിലാണ് വിടുന്നത്. ആ കുഞ്ഞിൻ്റെ ഇളയാളിനെ ഈ അംഗൻവാടി വിടാതെ കിലോമീറ്റർ ദൂരമുള്ള അംഗൻവാടിയിൽ വിടുന്നുണ്ട്. ഇതുപോലെ ഞാൻ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഞാനിപ്പോൾ അത് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് സംഭവിക്കരുത്. നമ്മൾ ടീച്ചറിനെയൊക്കെ വിശ്വസിച്ചിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ രീതിയിലാക്കിയിട്ട് പിന്നെ കുഞ്ഞിൻ്റെ പേരിലായി ഇപ്പം കുറ്റമൊത്ത്. ഈ 3 വയസ്സായ കുട്ടി ആരെ എടുത്തിട്ട് എങ്ങനെ അടിക്കാനാണ്? ആ അംഗൻവാടി വരുന്ന മക്കളെ എനിക്ക് നല്ല അറിയാമെന്നുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ ആരെയും കൊണ്ടടിക്കുന്ന കുട്ടികൾ, അതായത് ഉപദ്രവിക്കുന്ന കുട്ടികളല്ല. എൻ്റെ മോള് ഉപദ്രവിക്കില്ല, അങ്ങനത്തെ കുട്ടികളാണ്. കാരണം എനിക്ക് അംഗൻവാടി വിസിറ്റ് ചെയ്യണം, ഞാൻ പോയി ഇരിക്കാറുണ്ട്. ഈ കുട്ടികളെല്ലാം എൻ്റെ മോള് 2 മാസമായുള്ള പോയിട്ട്, അല്ലാതെ സ്ഥിരം ഞാൻ അംഗൻവാടി വിസിറ്റ് ചെയ്യുന്ന ഒരാളുമാണ്. ആ കുഞ്ഞുങ്ങളായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുമാണ്. അപ്പോൾ ആ കുട്ടികളെ എനിക്ക് അത്രത്തോളം അറിയാം. ആ കുട്ടികൾ ഒരിക്കലും പരസ്പരം പോലീസ് പരാതി കൊടുത്തിട്ട് പോലീസ് എന്താ പറയുന്നത്? അത് പേരുക്കട സ്റ്റേഷനിൽ ഡയറക്റ്റ് പോലീസ് ഇന്റിമേഷൻ പോയതുകൊണ്ട് പേരുക്കട സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ പരിധി അല്ലാത്തതുകൊണ്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇന്നലെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ഇന്ന് റിട്ടേൺ കംപ്ലൈന്റ് ഒന്ന് കൊണ്ട് കൊടുക്കണം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരു 10-10:30 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. പോലീസിലും പോകുന്നുണ്ട്. ഈ ബാക്കിയുള്ള രക്ഷകർത്താക്കൾ പറയുന്നു അവരെ കുട്ടികളെ മർദ്ദിക്കുന്നതായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള രക്ഷകർത്താക്കളെ അവരെ കുട്ടികൾക്ക് ഇതുപോലെ അടി കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് അടി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് മീൻസ് നമ്മളെ ഒരു കുട്ടി മോഷനും യൂറിനും പാസ് ചെയ്യുന്ന കാര്യത്തിൽ അവരെ ഒത്തിരിയും പേടിപ്പിക്കുമ്പോൾ അത് അവരുടെ മെന്റൽ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പം അത് ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അതുണ്ടായി കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ അവർക്ക് അത് ഒത്തിരി വരാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഒരു കുട്ടിക്കും അങ്ങനെ വരാൻ പാടില്ല. നമ്മളിപ്പോൾ പുള്ളിക്കാരി ബിന്ദു ടീച്ചറെന്ന് കേൾക്കുമ്പോഴേ കുട്ടിക്ക് പേടിയാണ്, അടിക്കും എന്നുള്ളത്. കൈ വെച്ചിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഒരു അംഗൻവാടിയിൽ ഇപ്പം കോടതി വിധി പ്രകാരം കുട്ടികളെ അടിക്കാൻ പാടില്ല, അതും ഒരു അംഗൻവാടിയിൽ ചൂരൽ വെക്കാൻ ഇവർക്ക് അധികാരമുണ്ടോ? ഇല്ല. അപ്പം കുട്ടികളെ ഉപദ്രവിച്ചിട്ട് പോലും അതിൽ ശകലം പോലും ഒരു കുറ്റബോധം ഇല്ല. ഇതാണ് ഈ കുട്ടിയുണ്ട്. മോളെ സ്കൂളിൽ പോയില്ലേ? എന്നാ അംഗൻവാടി പോയില്ലേ? എന്ത് പറ്റി? അവധിയാണോ? ഇതാണ് ആ കുട്ടിയുടെ കാലിൽ ഇപ്പോഴും ചെറിയ പാടൊക്കെ ഉണ്ട്. 21-ാം തീയതി ആയിരുന്നു അല്ലേ? ഇപ്പൊ നീരൊക്കെ മാറി വരുന്നു. കുട്ടി നമ്മോട് സംസാരിക്കുമ്പോൾ നേരത്തെ ഈ ഭാഗമൊക്കെ ചൂണ്ടിക്കാണിച്ച് കാലൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് കുട്ടി പറയുന്നത്. ടീച്ചർ മർദ്ദിച്ചു എന്ന് കുട്ടിയും പറയുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പോലീസ് പരാതി നൽകുന്നുണ്ട്. മറ്റേ വനിതാ ശിശു വികസന വകുപ്പും ഇതിൽ നടപടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിലും ഇന്ന് അന്വേഷണം 3 മണിക്ക് ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുള്ള അന്വേഷണവും ഉണ്ടാകും. അംഗനവാടിയിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ വിടുന്ന വളരെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അംഗനവാടിയാണ്. ഇവിടുന്ന് അത്രയധികം സമയം അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ അവിടെയെങ്കിലും ടീച്ചർമാരുടെ ഭാഗത്ത് ഈ ഒരു ദുരനുഭവം ഉണ്ടാകുന്ന സ്വാഭാവികമായും വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ നഴ്സിംഗ് വിദ്യാർത്ഥിക്കാണ് അംഗൻവാടിയിൽ പഠിക്കാൻ പോയ കുട്ടിക്കാണ് ഈ തരത്തിലുള്ളൊരു ടീച്ചറിൽ നിന്നും മർദ്ദനമേൽക്കേണ്ട സാഹചര്യമെന്ന് അതായത് കുടുംബത്തിൻ്റെ അടക്കമുള്ള പ്രതികരണമാണ്. അവർ പോലീസിൽ പരാതിയുമായി പോകുന്നു. ഇതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം.